അതെ, ഈ ഒരു സാധനം എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, എങ്കിലും ആരെങ്കിലുമൊക്കെ അറിയാൻ പാടില്ലാത്തവരും കാണുമല്ലോ, അവർക്ക് കൂടി വേണ്ടി പറയുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയ ഒരു സമയത്ത് എനിക്കിതിൻ്റെ ജ്യൂസ് ആട്ടോ കുടിക്കാൻ തന്നത്. ഇതിൻ്റെ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇതിനൊരു ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ ജ്യൂസ് എനിക്ക് കുടിക്കാനേ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി. അപ്പം അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ അറിയാതെ തന്നെ നമുക്കിതിൻ്റെ ജ്യൂസ് കുടിക്കാൻ തോന്നും, കാരണം അത്രയ്ക്ക് ഗുണങ്ങളാണ് ഈ ഒരു ജ്യൂസിനല്ല, ഈ ഒരു ഫ്രൂട്ടിനുള്ളത്. ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് ശരിക്കും നോനി എന്ന പേരാട്ടോ, നോനി പഴം എന്നാണ് പറയുന്നത്. ശരിക്കും ക്യാൻസറിൻ്റെ ഒരു ഒറ്റമൂലി എന്നൊരു പ്രത്യേകതയും ഈ ഒരു നോനി പഴത്തിനുണ്ട് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴം തന്നെയായിട്ടിത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാതെ പോകരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചാൽ വലിയ ടേസ്റ്റായിട്ട് നമുക്ക് തോന്നില്ല, പക്ഷേ ഗുണം ഏറെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഓരോ ഏരിയയിലും പല പല പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കേട്ടോ. ഇത് ശരിക്കും ഒരു സംഭവം തന്നെയാണെന്ന് തന്നെ പറയാം. അത്രയധികം വൈറ്റമിൻസും മിനറൽസും ഒക്കെയുള്ള ഒരു ഫ്രൂട്ട്സ് തന്നെയാട്ടോ ഇത്. സർവ്വരോഗ സംഹാരി എന്ന പേര് വരെ ഇതിന് പറയുന്നുണ്ട്. ഏത് രോഗികൾക്ക് ഇത് കഴിക്കാം, അത്രയേറെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും തന്നെ കഴിക്കാവുന്ന കേട്ടോ. വൈറ്റമിൻ എ തൊട്ട് ഡി വരെ ഉണ്ട് ഇതിൽ. കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ബയോട്ടിൻ, അങ്ങനെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പം എല്ലാം നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും എല്ലാത്തിനും കൂടി ഉപയോഗിക്കാവുന്ന ഒരു നല്ല ഫ്രൂട്ട്സ് തന്നെയാട്ടോ ഈ നോനി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും നല്ലത് ക്യാൻസർ രോഗികൾക്ക് എന്നാട്ടോ പറയുന്നത്. ഈ ഒരു ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ കോശങ്ങളൊക്കെ പെട്ടെന്ന് പുതിയ കോശങ്ങൾ, നല്ല കോശങ്ങൾ വരുന്നതിനും ഏറ്റവും നല്ല കേട്ടോ ജ്യൂസായി നമുക്കിത് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്കിൻ ഡിസീസിനൊക്കെ കഴിക്കുന്നത് നല്ലതാട്ടോ. വാതസംബന്ധമായ അസുഖങ്ങൾക്ക്, നമ്മൾ കാൽമുട്ടിനൊക്കെ വേദനയൊക്കെ ഉണ്ടാവത്തില്ലേ, അപ്പോൾ അങ്ങനെയുള്ള വേദനകൾക്കൊക്കെ ഇതിൻ്റെ ഇല അരച്ചിടുന്നത് വളരെ ആശ്വാസം തന്നെ ലഭിക്കുന്ന കേട്ടോ. അതുപോലെ തന്നെ വേദനകൾക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ മോണയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കും അങ്ങനെ എന്ന് പറഞ്ഞു വേണ്ട മിക്ക എല്ലാ രോഗങ്ങൾക്കും തന്നെ ഇതൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്ന കേട്ടോ. പിന്നെ ഏത് മരുന്ന് കഴിക്കുമ്പോഴും നമുക്കിതിൻ്റെ ഒരു കൂട്ടത്തിൽ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ഉപയോഗിക്കാം. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ശരിക്കും ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ പാകം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പച്ച കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളറായി വരില്ലേ, അതാട്ടോ ശരിക്കും ഇതിൻ്റെ കഴിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. പഴുത്ത് പാകമാകുന്ന ആ ഒരു സമയം അതാണ്. അപ്പോൾ അങ്ങനെ കളർ മാറി വരുന്ന ആ ഒരു സമയം നോക്കി നമുക്കിത് പറിച്ച് കഴിക്കാവുന്ന കേട്ടോ. രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യം കൂടി ഒന്ന് പറഞ്ഞു കേട്ടോ, വിട്ടുപോയി. ഇതിൻ്റെ ഇല നമുക്ക് അരച്ചിട്ട് താളിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇല നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ താരനൊക്കെ പോകാനും വളരെ നല്ലതാട്ടോ. അതുമാത്രമല്ല പിന്നെ നമുക്കിത് വൈനായിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് പറയണേ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.